നമ്മുടെ രാഹുൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കുന്നു? രണ്ട് കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. ഒന്ന്, ഹണി റോസിന്റെ വസ്ത്രധാരണം അടക്കമുള്ളത് പൊതുസമൂഹം ഓഡിറ്റ് ചെയ്യണമെന്നുള്ളത് വളരെ റീസണബിൾ പോയിന്റ് ആണ്. ഹണി റോസിന് വസ്ത്രധാരണത്തിന് സ്വാതന്ത്ര്യവും നമുക്ക് സംസാര സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ രണ്ടും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കരുത്. ഞാൻ അവിടെയാണ് എന്റെ മറുപടി കേൾക്കണം. അതെ, എനിക്ക് പറയാനുള്ള വ്യക്തമായ മറുപടി ഹണി റോസും കുടുംബവും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മാപ്പ് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അവരോട് പറയുകയാണ്. ഹണി റോസിനെ ബഹുമാന പുരസ്സരം വിമർശിക്കാനുള്ള റൈറ്റ് ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. ബോച്ചയെ അങ്ങനെ വിമർശിക്കാനുള്ള റൈറ്റ് ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. രാഹുൽ ഈശ്വറിനെ എങ്ങനെ വിമർശിക്കാനുള്ള റൈറ്റ് ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. അപ്പോൾ നമ്മുടെ വിമർശന സ്വാതന്ത്ര്യം അതിര് കടക്കരുത്, വസ്ത്രധാരണ സ്വാതന്ത്ര്യം അതിര് കടക്കരുത്. ഇതിന്റെ അതിരാര് തീരുമാനിക്കും? ഇന്ത്യൻ ഭരണഘടനയും സമൂഹവും തീരുമാനിക്കും. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന ആർട്ടിക്കിൾ 19 ഡീസൻസി എന്ന് പറയുന്നതിന്റെ താഴെയാണ് വരുന്നത്. ആ കാര്യം നമ്മൾ മറക്കാതിരുന്നാൽ മാത്രം മതി. രാഹുൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഭരണഘടന തീരുമാനിക്കുന്നതനുസരിച്ചാണെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ അധികാരമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അത് പറയുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഈ സമൂഹം എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നതല്ലേ പ്രധാനപ്പെട്ടത്? ആർട്ടിക്കിൾ 19 ഭാഗമായി വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു വകുപ്പുണ്ട്. അതിൽ മൊറാലിറ്റി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കും. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ, തുടർന്നോളൂ. ആ ഡീസൻസി ആരാണ് തീരുമാനിക്കുന്നത്? രാഹുൽ ഈശ്വർ അല്ല. ആ ഡീസൻസി തീരുമാനിക്കുന്നത് സമൂഹം. ആ ഡീസൻസി തീരുമാനിക്കുന്നത് ആയിക്കോട്ടെ, ഒന്ന് കേൾക്കൂ. ആ തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, ഇന്ത്യയിലെ പൊതുസമൂഹമാണ്. അപ്പം പൊതുസമൂഹം ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ വരാം, പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഫീഡ്ബാക്ക് വരാം. അങ്ങനെയാണല്ലോ ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഇപ്പം ബോധം ശരിയല്ലെന്ന് വിമർശിക്കുന്ന ആൾക്കാരില്ലേ? അതേപോലെ വ്യത്യസ്ത വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ അസഹിഷ്ണുത കാണിക്കരുത്. ഒരു വരി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കണം. ഹണി റോസിനെ വിമർശിക്കുമ്പോൾ ഇത്രയും അസഹിഷ്ണുത പാടുണ്ടോ? ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ? ഇത് ആ വിമർശനത്തിന്റെ പ്രശ്നമല്ലല്ലോ. ഹണി റോസ് പറയുന്നത് താങ്കൾ സംഘടിതമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടുള്ള സംഘടിതമായ അധിക്ഷേപങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നതാണ്. രണ്ടാമതൊരു കാര്യം, അവരുടെ ഏത് വസ്ത്രം ധരിക്കണം എന്നത് സംബന്ധിച്ച് അവർക്ക് അതിന് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, അതിനുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യമുണ്ട്. ഡീസൻസിയെ സംബന്ധിച്ച് ഭരണഘടനയ്ക്കകത്ത് ഇത് പൊതുസമൂഹം നിശ്ചയിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. ആ ഒരു ഘട്ടത്തിൽ അവർ ഏത് വസ്ത്രം ധരിക്കുന്നു എന്നത് അവരുടെ സ്വാതന്ത്ര്യമായി ഇരിക്കെ തന്നെ താങ്കൾ സംഘടിതമായി സൈബർ ഇടങ്ങളിൽ അവർക്കെതിരെ സംഘടിതമായ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങൾക്ക് നേതൃത്വം നൽകുന്നു, ഓർഗനൈസ്ഡ് ക്രൈമിന് നേതൃത്വം നൽകുന്നു എന്നാണ് ആരോപണം. പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പോ ചില ആൾക്കാർ നമ്മുടെ ബോച്ചയെ ആഭാസൻ എന്ന് വിളിക്കുന്നു. കോടതി കുറ്റക്കാരെന്ന് കാണുന്നതിന് മുമ്പ് തന്നെ അവർ വിളിക്കുന്നത് എന്താണ്? അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നമുക്ക് അവനെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ ഹണി റോസ് റേസ് ചെയ്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. സംഘടിതമായി ഓർഗനൈസ്ഡ് PR മറ്റ് ചെയ്തു എന്ന്. അങ്ങനെ ഒരാളോടെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എവിടെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കാനും തയ്യാറാണ്, എന്നെ പിടിച്ച് ജയിലിൽ വിടണം. ഹണി റോസ് അല്ലല്ല, ഒരു സെക്കൻഡ്. ഹണി റോസ് മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, വലിയ പ്രഗത്ഭനൊന്നുമല്ല, ഞാനൊരു അഡ്വക്കേറ്റ് കൂടിയാണ്. ഇത് ഞാൻ തന്നെ നേരിടും. കാര്യം എനിക്ക് രാമപിള്ള സാറിനെ എൻഗേജ് ചെയ്യാനോ മുകുൾ റോഹത്തക്ക് എൻഗേജ് ചെയ്യാനുള്ള കാശൊന്നുമില്ല. അതുകൊണ്ട് രാഹുൽ ഈശ്വർ തന്നെ, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ ആയതുകൊണ്ട് ഞാൻ തന്നെ നേരിടും. രണ്ട്, ഹണി റോസ് എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രമേ ഹണി റോസിനോട് പറയാനുള്ളൂ. ഹണി റോസിനോടുള്ള വിമർശനം എന്നും ഉണ്ടാകും. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് PR ഒരാളോട് ഹണി റോസിനെ കുറിച്ച് മോശം പറയണമെന്നോ, ഒരാൾക്കെതിരെ ഹണി റോസിനെ കുറിച്ച് ഒരു സ്ഥലത്തെങ്കിലും ഞാൻ എന്തെങ്കിലും ആഭാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തെങ്കിലും ആഭാസം പറയാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞാൽ എന്നെ വിചാരണ പോലും കൂടാതെ 3 വർഷമോ എത്രയെങ്കിലും വർഷം തടവിലിടണം. ഇല്ലെങ്കിൽ ഹണി റോസ് ദൈവത്തെ ഓർത്ത് ഒന്ന് പുനർചിന്തിക്കണം. ഈ പറയുന്ന വിമർശനങ്ങളിൽ കാര്യമുണ്ടോ എന്ന് ഹണി റോസ് ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഹണി റോസ് ഉന്നയിക്കുന്ന വിമർശനങ്ങളിലും ഈ പറയുന്ന പ്രശ്നങ്ങളിലൊന്നും അടിസ്ഥാനരഹിതമാണെന്നാണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഹണി റോസിന്റെ വേദനയെന്നും വിഷമത്തിൽ നിന്നും വരുന്നതായിരിക്കും. ഒരുപാട് പേരെങ്ങനെ നെഗറ്റീവ് കമന്റ് പറയുന്നതുകൊണ്ടൊക്കെ ഹണി റോസിന് ഒരു വിഷമം തോന്നിയതായിരിക്കും. ഹണി റോസിന്റെ വിഷമം ഉൾക്കൊള്ളുന്നു, ഹണി റോസിന്റെ കുടുംബത്തിന്റെ വേദന ഉൾക്കൊള്ളുന്നു, അതൊന്നും ഇല്ലെന്നല്ല. പക്ഷേ ഈ കേസ് ഞാൻ തന്നെ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ സ്വയം കോടതിയിൽ വാദിക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ രാമപിള്ള സാറിനെയോ എനിക്ക് മുകുൾ റോഹത്തകയോ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശ് കേൾക്കാറില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ആ കേസ് വാദിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. താങ്കളടക്കം ഇന്നേ വരെ ഞാൻ ഹണി റോസിനെ കുറിച്ചോ ഏതെങ്കിലും നടിയെ കുറിച്ചോ സെക്ഷുവലി ായ ഒരു റിമാർക്കെങ്കിലും പറഞ്ഞത് എവിടെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ എന്നെ നേരെ പിടിച്ച് ജയിലിലിടണം. വിചാരണ പോലും തരരുത്, എനിക്ക് വിചാരണ പോലും വേണ്ട, നേരെ പിടിച്ച് ജയിലിലിടണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങളിലും അത്തരത്തിലുള്ള സെക്ഷലി കളേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് എന്ന് മറ്റാരും കരുതണ്ടെന്നാണ്. എന്തെങ്കിലും ഒരെണ്ണം താങ്കൾ പറയൂ,
താങ്കൾ പറഞ്ഞാൽ അംഗീകരിക്കാം. താങ്കൾ അവരുടെ എന്തെങ്കിലും ഒരു വസ്ത്രധാരണത്തെ sexually കുറിച്ച് colored സംസാരിച്ചതിനകത്ത് സെക്ഷലി കളേർഡ് ആയിട്ടുള്ള sexually colored ടെക്സ്ചർ ഇല്ല remark എന്നാണ് ആണോ? പറയുന്നത്. വസ്ത്രധാരണത്തെ അവരെ വിമർശിക്കുന്നതാണോ സെക്ഷലി കളേർഡ് റിമാർക്ക്? ഹണി റോസിന്റെ വസ്ത്രധാരണ ശരിയല്ലെന്ന് വിമർശിക്കുന്ന സെക്ഷലി കളേർഡ് റിമാർക്കാണോ? വസ്ത്രധാരണത്തെ കുറിച്ച് മാത്രമല്ല അതിൽ താങ്കൾ മീറ്റർ വെക്കുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായില്ലേ? ആ വസ്ത്രങ്ങൾ ഇങ്ങനെ ധരിക്കാൻ പാടില്ല, അമ്പലത്തിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കണം തുടങ്ങി താങ്കളുടെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ശരിയല്ലേ സാർ? ആ വസ്ത്രങ്ങൾ കുറെ കൂടെ മാന്യമായി ധരിക്കണമെന്നും രവീന ടണ്ടൻ ടിപ്പ് ബർസാപ്പാനിയിൽ ധരിക്കുന്നത് പോലെ ധരിക്കണമെന്നും പറയുന്നത് സെക്ഷലി കളർ റിമാർക്കാണോ? ക്രിറ്റിസിസം അല്ലേ? ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെ കുറിച്ച് എവിടെങ്കിലും വിമർശിക്കുന്നതുണ്ടോ? നമ്മൾ എന്താ ഈ വിമർശനത്തെ വിമർശനമായി കാണാത്തത്? ഹണി റോസിനെ ആഭാസം പറയരുത്, അസഭ്യം പറയരുത്. ഹണി റോസ് ഒരു സെലിബ്രിറ്റിയാണ്, അറിയപ്പെടുന്ന നടിയാണ്. പക്ഷെ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ലേ?